മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് മാത്രമാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ സന്ദേശം. കോൻ ഹേ രാഹുൽ ഗാന്ധി എന്നൊരിക്കൽ BJP നേതാക്കൾ ചോദിച്ചു. അതിനുത്തരമാണ് ഇന്നലത്തെ ഒരു ദിവസം രാജ്യത്തോട് പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ BJP കോറസായി തെരഞ്ഞെടുത്ത ഒരു വാക്യം. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയെയും ഒരു പരസ്യ സംവാദത്തിന് ഇന്ത്യയിൽ ചില മുതിർന്ന മാധ്യമപ്രവർത്തകർ ക്ഷണിച്ചിരുന്നു. അതിനു പിന്നാലെ BJP നേതാക്കളായ തേജസ്വി സൂര്യ, സുധാൻഷു ത്രിവേദി MP, സ്മൃതി ഇറാനി തുടങ്ങിയവർ കോൻ ഹേ രാഹുൽ ഗാന്ധി എന്ന ചോദ്യം തൊടുത്തു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അമേഠിയിൽ സ്മൃതി ഇറാനി ദയനീയമായി പരാജയപ്പെട്ടു. രാഹുൽ ഗാന്ധി മത്സരിച്ച 2 മണ്ഡലങ്ങളിലും ഉജ്ജ്വല വിജയം. ഒടുവിൽ ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതോടെ കോൺഗ്രസ് നേതാക്കൾ തിരികെ സമൂഹ മാധ്യമങ്ങളിൽ ഇതേ പോസ്റ്റ് പകർത്തുന്നു. ക്യാബിനറ്റ് റാങ്കോടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി തിളങ്ങിയ ദിവസമായിരുന്നു ഇന്നലെ. രാഹുൽ ഗാന്ധി സ്പീക്കർ ഓം ബിർളയ്ക്ക് ഹസ്തദാനം ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോക്കി നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് പഴയ പരിഹാസത്തിന് മറുപടി നൽകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ. കോൻ ഹേ രാഹുൽ ഗാന്ധി എന്നല്ലേ ചോദിച്ചത്? രാഹുൽ ഗാന്ധി ഈസ് ദി ഓപ്പോസിഷൻ ലീഡർ ഓഫ് ഇന്ത്യ. ഇതായിരുന്നു ആ ഫോട്ടോയ്ക്കുള്ള അടിക്കുറിപ്പ്. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും ചേർന്നാണ് സ്പീക്കറുടെ ചേംബറിലേക്ക് ആനയിച്ചത്. മോദിയും രാഹുൽ ഗാന്ധിയും ഹസ്തദാനം ചെയ്യുകയും ചെയ്തു. ഒരു പതിറ്റാണ്ടിന് ശേഷം ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവ്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോക്സഭയ്ക്കൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കുന്നു. 2014-ലും 2019-ലും ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള രണ്ടാമത്തെ പാർട്ടിയായിരുന്നു കോൺഗ്രസ്. എന്നാൽ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതൃസ്ഥാനം അവകാശപ്പെടാനുള്ള അംഗസംഖ്യ കോൺഗ്രസിനുണ്ടായിരുന്നില്ല. ആകെയുള്ള ലോക്സഭാ സീറ്റിന്റെ 10% അംഗസംഖ്യയുണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷ നേതൃപദവി അവകാശപ്പെടാൻ കഴിയൂ. ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് പ്രതിപക്ഷ നേതൃപദവി അവകാശപ്പെടണമെങ്കിൽ 55 സീറ്റെങ്കിലും നേടിയിരിക്കണം. 2014-ൽ വെറും 44 അംഗങ്ങൾ, 2019-ൽ 52, അപ്പോഴും 3 സീറ്റിൻ്റെ കുറവ്. എന്നാൽ 2014-ൽ നേതൃസ്ഥാനത്തിന് വേണ്ടിയുള്ള കോൺഗ്രസിന്റെ ആവശ്യം സ്പീക്കറായിരുന്ന സുമിത്ര മഹാജൻ നിരസിച്ചു. ഒടുവിൽ 2024-ൽ 99 സീറ്റുകളുമായി കോൺഗ്രസ് പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി കടന്നു വരുമ്പോൾ ഭരണഘടനാ പദവിയുടെ എല്ലാ അധികാരങ്ങളും ഇനി കരഗതമാകും. ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രതിപക്ഷ നേതാവിന് സവിശേഷ റോളുകളാണ് കൽപ്പിക്കപ്പെട്ടത്. പാർലമെന്ററി നടപടികളിൽ പ്രതിപക്ഷ നേതാവ് നിർണായക പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി മോദിക്കൊപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ത്യയിൽ നിറഞ്ഞു നിൽക്കും. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ മുഖ്യ ഉത്തരവാദിത്വം. പ്രതിപക്ഷ നേതാവിനെ വിശേഷിപ്പിക്കുന്നത് ഷാഡോ പ്രധാനമന്ത്രി എന്നാണ്. പ്രതിപക്ഷ നേതാവിന് സ്വന്തമായി ഒരു ഷാഡോ മന്ത്രിസഭയുമുണ്ട്. കേന്ദ്ര മന്ത്രിസഭയെ തിരുത്താൻ നിലവിലുള്ള ഭരണം വീടാൻ പകരം ഭരണം പിടിക്കാൻ ഒരുങ്ങുകയാണ് ഈ ഷാഡോ ക്യാബിനറ്റ് ലക്ഷ്യമാക്കുന്നത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പ്രധാന ഉദ്യോഗസ്ഥരുടെ നിയമനത്തിലൊക്കെ ഇനി രാഹുൽ ഗാന്ധിക്ക് ഇടപെടാം. പബ്ലിക് അക്കൗണ്ട്സ്, പബ്ലിക് അണ്ടർടേക്കിങ്ങുകൾ, എസ്റ്റിമേറ്റ്സ്, നിരവധി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റികൾ തുടങ്ങി നിർണായക സമിതികളിലൊക്കെ രാഹുൽ ഗാന്ധി അംഗമാകും. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, ലോക്പാൽ തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലവന്മാരെ നിയമിക്കുന്നതിനായി രൂപീകരിച്ച വിവിധ സെലക്ഷൻ കമ്മിറ്റികളിലും ഇനി രാഹുൽ ഗാന്ധി അംഗമായിരിക്കും. 2014-ലെ ലോക്സഭ തോൽവിക്ക് ശേഷം 2017-ൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത രാഹുൽ ഗാന്ധി, എന്നാൽ 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതോടെ രാഹുൽ ഗാന്ധി തൻ്റെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു. പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ലഭിക്കാതെ വന്നതോടെ രാഹുൽ ഗാന്ധിയുടെ നേർക്ക് പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആക്ഷേപങ്ങൾ നിരന്തരമായി ചൊരിഞ്ഞു. പക്വതയില്ലാത്ത നേതാവെന്ന പഴി അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ തോളിൽ ചാർത്തപ്പെട്ടു. 2004 മുതൽ 2014 വരെയുള്ള കോൺഗ്രസ് ഭരണകാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഭരണത്തിൽ മുഖ്യ ചുമതലയുള്ള ഒരു ക്യാബിനറ്റ് മന്ത്രി. ചുറ്റും നിൽക്കുന്നവരൊക്കെ നീയാണ് യോഗ്യൻ ഇന്ത്യയെ നയിക്കാൻ എന്ന് രാഹുൽ ഗാന്ധിക്ക് മുദ്രാവാക്യം മുഴക്കിയപ്പോൾ രാഹുൽ ഗാന്ധി അധികാര കേന്ദ്രത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി. 2017-ൽ
ചുറ്റുമുള്ളവരുടെ നിർബന്ധം ഒന്നു മാത്രമാണ് അധ്യക്ഷ പദവിയിലേക്ക് രാഹുൽ ഗാന്ധി എത്താൻ കാരണമെന്ന് നെഹ്റു കുടുംബം പറയുന്നു. 2009 പരാജയത്തിനു ശേഷം പപ്പു എന്ന വിളിപ്പേര് രാഹുൽ ഗാന്ധിക്ക് മേൽ ചാർത്തപ്പെട്ടു. പകരം പുതിയൊരു രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. നിങ്ങൾക്കെന്നെ പപ്പു എന്ന് വിളിച്ച് അധിക്ഷേപിക്കാം, ശത്രുപക്ഷത്ത് നിർത്താം, പക്ഷേ വെറുപ്പിൻ്റെ ഒരു കണിക പോലും എന്നിലുണ്ടാകില്ല. ബഹുമാനത്തിൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ പയറ്റുന്നത്. വെറുപ്പിൻ്റെ രാഷ്ട്രീയം നമുക്ക് വേണ്ട. ഇന്ത്യയുടെ ഭരണഘടനയാണ് നമുക്ക് വലുത്. ആ ഭരണഘടനയും കയ്യിലേന്തി 109 പൊതുസമ്മേളനങ്ങളിലേക്കാണ് രാഹുൽ ഗാന്ധി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനെത്തിയത്. അധികാരം നഷ്ടപ്പെട്ടാലും ശക്തി നഷ്ടപ്പെടില്ല എന്നുറപ്പുള്ളവർക്ക് തിരിച്ചു വരാനാകും എന്നെനിക്കുറപ്പുണ്ട്. ഭാരത് ജോഡോ യാത്രയിൽ പലപ്പോഴും രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ഒരു മുദ്രാവാക്യ വാക്കുകൾ നിങ്ങളുടെ വെറുപ്പും കളിയാക്കലുകളുമൊക്കെ എന്നെ കൂടുതൽ ശക്തിയുള്ളവനാക്കി. അതുതന്നെയാണ് ഇപ്പോൾ കാലം തെളിയിച്ചിരിക്കുന്നതും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പപ്പു എന്ന വിളിപ്പേരിൽ നിന്നും ശക്തനായ പ്രതിപക്ഷ നേതാവിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു ഫുൾ മേക്ക് ഓവറാണ് നമ്മൾ കാണുന്നത്. പക്വതയില്ലാത്ത നേതാവെന്ന സ്വന്തം പാർട്ടിക്കാർ പോലും മുദ്രകുത്തി. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ G23 എന്ന വിമത ഗ്രൂപ്പിന് രൂപം കൊടുത്ത് രാഹുൽ ഗാന്ധിയെ അവഹേളിച്ചു. രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ നിന്ന് ഒഴിഞ്ഞുപോയാൽ മാത്രമേ ഈ പ്രസ്ഥാനം രക്ഷപ്പെടൂ എന്ന് വിളിച്ചു പറഞ്ഞ എത്രയോ കോൺഗ്രസ് നേതാക്കൾ. സോണിയാഗാന്ധിയുടെ പിൻഗാമിയായി 2004 മുതൽ രാഹുൽ ഗാന്ധി സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. എങ്കിലും പക്വതയില്ലാത്ത രാഷ്ട്രീയ നേതാവ് എന്ന വിലയിരുത്തലിന് മറുപടി കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് 2024 വരെ കാത്തു നിൽക്കേണ്ടി വന്നു. 2014 മുതൽ അധികാരത്തിന് പുറത്തുനിന്ന് കളി കാണുന്ന രാഹുൽ ഗാന്ധി കരുക്കൾ പക്ഷേ ഭംഗിയാക്കി നീക്കി. കോൺഗ്രസിൽ നിന്നും കൂട്ടത്തോടെ നേതാക്കൾ കൊഴിഞ്ഞുപോയപ്പോഴൊന്നും ആ നേതാവ് തളർന്നില്ല. പാർട്ടിയുടെ നഷ്ടപ്രതാപം തിരിച്ചുപിടിച്ച് പഴയ ദേശീയ പാർട്ടി എന്ന ലേബലിലേക്ക് കോൺഗ്രസിനെ വളർത്തിയെടുക്കുക എന്നത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇനി രാഹുൽ ഗാന്ധിയുടെ മുഖ്യ ദൗത്യം. കോൺഗ്രസിലെ നെഹ്റു കുടുംബത്തിന്റെ അപ്രമാദിത്വം ഏറെക്കുറെ പാർട്ടി പ്രവർത്തകരും അണികളുമൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിലേക്ക് വലിയ ഹാരവത്തോടെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ ആളുകൾ സ്വീകരിക്കുന്നത്. ചരിത്രത്തിലില്ലാത്ത 2019 തോൽവി, അതിനെ തുടർന്ന് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമൊക്കെ വല്ലാത്ത പ്രതിസന്ധികളാണ് നേരിട്ടത്. ഒടുവിൽ താൻ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയുകയാണ് എന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചപ്പോൾ കഴിവില്ലാത്ത പപ്പു എന്ന നേതാവിനെ ആളുകൾ ആക്ഷേപിച്ചു. നിർണായക ഘട്ടത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിൽക്കാതെ ഒളിച്ചോടി എന്ന പഴി കൂടി രാഹുൽ ഗാന്ധിക്ക് മേൽ ചാർത്തപ്പെട്ടു. ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്ന ദേശീയ പാർട്ടിയായിരുന്ന കോൺഗ്രസ് 1-2 സംസ്ഥാനങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടിയ കാഴ്ച. കോൺഗ്രസ് വിട്ട് പുറത്തുപോയ നേതാക്കളൊക്കെ കുറ്റപ്പെടുത്തിയത് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ നേതാവിനെ. പക്ഷേ രാഹുൽ ഗാന്ധി ജോഡോ യാത്രയിലൂടെ എല്ലാറ്റിനും മറുപടി പറഞ്ഞു. അതിനു മുൻപ് ഖാർഗെയ്ക്ക് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നൽകി രാഹുൽ ഗാന്ധി മറ്റൊരു പാതയിലൂടെ നീങ്ങുകയായിരുന്നു. ജോഡോ യാത്ര കൃത്യമായി ഇന്ത്യയെ തിരിച്ചറിയുന്ന യാത്രയായി മാറി. അവിടെ പാവപ്പെട്ടവരെയും കർഷകരെയും ഒക്കെ രാഹുൽ ഗാന്ധി കണ്ടു. വിലക്കയറ്റത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തരായ പ്രാദേശിക പാർട്ടികളുടെ ശക്തി നേരിൽ കണ്ട് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ഒരു വിശാല മുന്നണിയിലേക്ക് ഇന്ത്യ മുന്നണി രൂപാന്തരപ്പെട്ടതും. 136 ദിവസം കൊണ്ട് 4000 കിലോമീറ്റർ ഭാരത് ജോഡോ യാത്ര അതത്ര നിസ്സാരമായിരുന്നില്ല. ഇന്ത്യയിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം. മണിപ്പൂർ മുതൽ മുംബൈ വരെയുള്ള ന്യായയാത്രയും അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഏറെ നിർണായകമായി. ഒടുവിൽ 2019 52 സീറ്റിൽ നിന്നും 2024 എത്തുമ്പോൾ 99 സീറ്റ് എന്ന കുതിച്ചുചാട്ടത്തിൽ 2013 പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയെ പ്രഖ്യാപിച്ചതിനു ശേഷം അമിത്ഷാ തന്നെയായിരുന്നു പപ്പു എന്ന വിളിക്ക് പ്രാധാന്യം നൽകിയത്. പ്രധാനമന്ത്രി പദം പപ്പുവിൻ്റെ ജന്മാവകാശമാണ് എന്ന് കോൺഗ്രസ് കരുതുന്നുവെന്നാണ് അന്ന് അമിത്ഷാ പറഞ്ഞത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമെന്ന് ഓർക്കണമെന്നായിരുന്നു അന്ന് രാഹുൽ ഗാന്ധിയോട് അമിത്ഷാ ഓർമ്മിപ്പിച്ചത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പപ്പു ക്യാമ്പയിന് വലിയ പ്രാധാന്യം നൽകി. ഇന്ത്യയിൽ സമൂഹ മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളുമൊക്കെ പപ്പു എന്ന പ്രചരണത്തിന് വലിയ പ്രാധാന്യമാണ് ആ കാലഘട്ടത്തിൽ നൽകിയത്. എന്നാൽ ചില നേതാക്കളുമായി അടുത്ത വ്യക്തിബന്ധം സൂക്ഷിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. തമിഴ്നാട്ടിലെ DMK നേതാവ് MK സ്റ്റാലിൻ അതിൽ ഏറ്റവും ഉദാത്തമായ ഉദാഹരണം മാത്രം.
അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ആത്മബന്ധം സൂക്ഷിക്കുന്നതിൽ രാഹുൽ വിജയിച്ചു. 12 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയിലൂടെ ജോഡോ യാത്ര കടന്നുപോകുമ്പോൾ ആരും അന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല രാഹുൽ ഗാന്ധി മറ്റൊരു ദേശീയ നേതാവായി രൂപാന്തരപ്പെടുമെന്ന്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിച്ച ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ഭാരത് ജോഡോ യാത്രയെന്ന് പഴമക്കാർ പറഞ്ഞു തുടങ്ങി. 2024 തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങിയത് ഭരണഘടന നെഞ്ചിൽ ചേർത്തു പിടിച്ചുകൊണ്ടാണ്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ജനങ്ങളോട് സംവദിച്ചു. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ബദൽ എന്ന രീതിയിൽ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണി സാർത്ഥകമാകണമെന്ന് രാഹുൽ ഗാന്ധി വാശി പിടിച്ചു. മേൽവിലാസമില്ലാത്ത കവർ പോലെയാണ് ഇന്ന് കോൺഗ്രസ് എന്ന രൂക്ഷ വിമർശനം ഉയർത്തിയത് കോൺഗ്രസ് നേതാവ് ശശി തരൂർ തന്നെ. ഗുലാം നബി ആസാദ് പാർട്ടി വിട്ടപ്പോഴായിരുന്നു അന്ന് G23 നേതാക്കളുടെ മുഖ്യനായിരുന്ന ശശി തരൂർ ഇത്തരമൊരു തള്ളിയത്. ഭാരത് ജോഡോ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധിക്കൊപ്പം തിരുവനന്തപുരത്ത് പദയാത്രയിൽ അണിനിരന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂരിൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ പിന്നീട് ഇന്ത്യ രാഹുൽ ഗാന്ധിക്ക് നൽകിയത് വലിയ സ്വീകരണങ്ങൾ. പാർട്ടിയുടെയോ ഇന്ത്യ മുന്നണിയുടെയോ ഔപചാരിക നേതാവല്ല എങ്കിലും രണ്ടിൻ്റെയും അവസാന വാക്കായി രാഹുൽ ഗാന്ധി. 2019 വയനാട്ടിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ വരവ് BJPയെയും മോദിയെയും ഭയന്നിട്ടാണ് എന്ന പരിഹാസമുയർന്നു. അവിടെയും തളർന്നില്ല. വയനാട്ടിൽ ഉജ്ജ്വല മത്സരം കാഴ്ചവെച്ച് 4 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ രാഹുൽ ഗാന്ധി നേരിട്ടത് നരേന്ദ്രമോദിയെയും BJPയെയും രൂക്ഷമായി വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടും. കേരളത്തിൽ മത്സരിച്ച രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ മാത്രമായിരുന്നില്ല വെല്ലുവിളിച്ചത്. അതിലപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയനെയും നിരന്തരം വിമർശിച്ചു. റായ്ബറേലിയിലും വയനാട്ടിലും ഉജ്ജ്വല വിജയം ഇക്കുറിയും സ്വന്തമാക്കിയ രാഹുൽ ഗാന്ധി കോൺഗ്രസിന് വേണ്ടി അമേത്തിയും തിരിച്ചുപിടിച്ചു. ചുരുക്കത്തിൽ 99 സീറ്റിൻ്റെ ഒരു മഹത്വം മാത്രമല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വളർന്നു കയറുമ്പോൾ പുതിയ ഒരു നേതൃത്വത്തിലേക്ക് രാഹുൽ ഗാന്ധി എന്ന 54-കാരൻ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് കോൺഗ്രസ് പ്രസ്ഥാനം കാണുന്നത്. BJP നിരന്തരം ഉയർത്തുന്ന ആക്ഷേപങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് തൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലൂടെ രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്. ഇനി പക്വതയാർന്ന പ്രവർത്തനങ്ങളിലൂടെ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ ദൗത്യം ഏറ്റെടുക്കട്ടെ. രാജ്യത്തെ ദരിദ്രരുടെയും ന്യൂനപക്ഷങ്ങളുടെയും കർഷകരുടെയും ഏറ്റവും വലിയ ആയുധം ഭരണഘടനയാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതിനെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നാണ് രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതെ, ഞാൻ നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ ഇന്ത്യയിൽ വൈറലാക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.